മീര എഴുന്നേറ്റോടി. മീര എന്തിനാ കരയുന്നതെന്ന് അറിയത്തില്ലോ. പിന്നെ മീര രാവിലെ എഴുന്നേറ്റിരുന്നു. എന്തിനാ കരഞ്ഞേ? ഞാൻ കരഞ്ഞോളൂ. പിന്നെ നീ കരഞ്ഞെന്നൂടെ പറഞ്ഞു. മക്കളെയൊക്കെ ഒലിപ്പിച്ചെന്ന് പറഞ്ഞു. പിന്നെ അതെനിക്ക് ജലദോഷം. എന്തുവാ പിന്നെ മേടിക്കും. നല്ല കോലത്തിൽ നിൽക്കുമ്പോ എടുക്കുവല്ല. നീ നല്ല കൊല്ലം ചീത്തക്കൊലൊക്കെ ഉണ്ടോ നിനക്ക്? ഇവിടെ തിന്നാൻ വല്ലതും ഉണ്ടോ? എനിക്ക് വിശം. നിനക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്നലെ പോയി കപ്പ മേടിച്ച. ഇവക്ക് പ്രാന്താടി. ഇവക്ക് ഇവിടെ അമ്മയ്ക്ക് എന്നാ ഉണ്ടെങ്കിലും കപ്പ കപ്പ കപ്പ. ഒന്നും വെക്കാനില്ലടി വൈകിട്ട്. ഞാൻ ചോറ് ആൾക്കാത് കപ്പ തിന്നോ തോന്നി. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഒത്തിരി സാധനങ്ങൾ കിട്ടിയേ. ഒരു മുട്ട തരാമോ? നോക്കിയാ അതിനകത്ത് മുട്ടയില്ല. നീ ആ കോഴിക്കോട്ട് ചെന്ന് കോഴിയോടി പോയിട്ട് കോഴി ഇട്ടോ ഇടണോ ഇടുന്നുണ്ടോ? ഇട്ടോ നോക്കാം. ഇവിടെ നീട്ടുന്ന ഈ എണ്ണ. ഈ എണ്ണ മേടിക്കുന്നതാണോ? ഈ എണ്ണയാടി തലയെ മസാജ് ചെയ്യാൻ അവിടെ വെക്കുന്നത്. സുഖം നിനക്കറിയോ? മോള് പറഞ്ഞ ഉടായിപ്പോയി. ഇത് കേൾക്കുമ്പോ കൂളാണ് സംഭവം. ശരിയാണ്. തല അങ്ങോട്ട് നല്ല സുഖമാവും. എണ്ണയാ ഉദ്ദേശിച്ച് നോക്ക്. നല്ല ക്യാമറ. ഫോട്ടോ എടുക്കാൻ പറ്റുമോ? എൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നേരത്തെ വെക്കത്തില്ലായിരുന്നോ? നിങ്ങളുടെ വീടിനാണ് എല്ലാം മേടിച്ചിട്ട് തണുപ്പ് പോകും. എന്തേറെ സാധനങ്ങളാണ് കളയുന്നത്. അമ്മ രാവിലെ എഴുന്നേറ്റിട്ട് എന്നും വഴക്കും തെറിയുക. എന്ത് സാധനമാണ് ടീച്ചർക്കിന് മേടിച്ച് കളയുന്നത്? ഇല്ലല്ലോ തലേക്ക് നേലാട്ട്. ബലിയുണ്ട്, എനിക്ക് പോകാം. രാവിലെ വെയിലുണ്ടല്ലോ. ഞാൻ കുറച്ച് താമസിച്ചു. സാധാരണ നേരത്തെ ഇല്ലെന്നാ. മരമെല്ലാം മുറിച്ചല്ലോ. മുകളിലാണ്. ഇങ്ങോട്ട് മാറിയോ? ഇങ്ങോട്ട് മാറി. ജോയിന്റില്ലേ, ഈ ജോയിന്റിന്റെ ഇടയിൽ കൂടെ കയറി വരുന്ന ആ
എടി ഇന്ന് വലിയ ഇടാനിവിടെ പുള്ളി വന്നിട്ടില്ല ഇതുവരെ. പുള്ളി വന്നിട്ടില്ലെന്ന് ഇതുവരെ വന്നിട്ടില്ല. വന്നില്ലേ? വരത്തില്ലേ? എടുക്കുന്നില്ലേ? അല്ല കുഴപ്പമില്ല, എന്നാ ചെയ്യുന്നില്ല നോക്കുന്നോളൂ. എന്നാ ശരി, പോവാ. ബലിയിടുന്ന പുള്ളിക്ക് വയ്യ, പുള്ളിയുടെ മകനാ. അവനെ കാണാനില്ല, വിളിച്ചിട്ടെടുക്കുന്നില്ലെന്ന്. ഇന്നലെ വിളിച്ചു പറഞ്ഞു. എല്ലാ പ്രാവശ്യം രാവിലെ വരുന്നതാണ്. മഴ തുടങ്ങി. ഇവിടെ നിന്ന് വെയില്. വീട് വലിയടാണ്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ എന്നാ വരാ ഞാൻ. ഞാൻ ഇവിടെ ഇപ്പോൾ 1 മണിക്കൂർ നിന്നിട്ട് വരുവാ. അച്ഛൻ പറഞ്ഞ് വിളിച്ചോട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന് പറഞ്ഞ്. അച്ഛനവിടെ ഉണ്ട്, പക്ഷെ പുള്ളിക്കിടാൻ പറ്റത്തില്ലെന്നോ വയ്യെന്ന് പറഞ്ഞ്. അല്ല ഞാൻ ഇവിടെ നിൽക്കാം. പുള്ളിയാണ് ഉറക്കം, എഴുന്നേറ്റ് വന്നിട്ടില്ല ഇതുവരെ. എല്ലാവർക്കും ടീമുകളാണ്. ഞാനിപ്പം വരാമെന്ന്. 1 മണിക്കൂറായിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യാം. പുള്ളി വന്നില്ല. വെയിറ്റിംഗ്. ആണോ? അല്ല മറന്നതല്ലേ, പുള്ളിയെ മറന്നതാണോ? അമ്മയും കൂടി ഇല്ല, പുള്ളി തന്നെ ചെയ്തില്ലോ. അമ്മ കണ്ടില്ല. ഉണ്ടോ അവിടെ? ആണോ? അമ്മ വിളിച്ചു. അടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി ഇടാൻ പറഞ്ഞു. അല്ലെങ്കിൽ അതെ. അതിനിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നേന്തേറെ വരെ പോകാനോ? അത് വേണ്ട ആരും ഇരിക്കുന്നത്. അതിനാ എല്ലാം അനുഭവിക്കട്ടെ. ഞാനൊന്നും പറഞ്ഞില്ല. നീ പറയണ്ടായിരുന്നു. അത് പറയണമായിരുന്നു. എല്ലാം കണക്കാ. ശരി, ആരെ കണ്ടോന്നു? ഞാൻ കണ്ടില്ല. പോയോ? മീര പോയോ? അവനെ കൊണ്ട് ആഴ്ചപ്പോയാ?
ആ എന്ത് വലിയിട്ടിട്ട് വരാൻ പറഞ്ഞു. നീ എന്നാ വന്നിടിക്കുക. ഞാൻ ആരെങ്കിലും ഒരു ഗുരു മതി, ആരെങ്കിലും ഒരു ആളുടെ സാന്നിധ്യത്തിൽ ഇടാം, കുഴപ്പമില്ല. നീ വന്നിടിക്കുക. എനിക്ക് വലിയ നീട്ടാൻ പറ്റത്തില്ല, പിള്ളേർ വേണ്ടടാ. എനിക്കാണേ അതാ പറഞ്ഞ നീയാണ് ഇതിൻ്റെ തുടക്കം. ഞാൻ പറയും, ഞാനത് പറഞ്ഞു. ഞാൻ പിന്നെ വന്നിട്ട് പറയാം. ശരിയതാ. സംഭവത്തിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ വന്നില്ല, സീനൊക്കെ സംഭവമൊക്കെ ശരിയാണ്. പക്ഷെ അതിനെ ഞാൻ വളച്ചൊടിച്ച് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിട്ട് ആർക്കെങ്കിലും സംശയം തോന്നുമോ? അത് യാദൃശ്ചികമല്ല, മനഃപൂർവ്വമാണ്. ഇവിടെ വന്നാൽ മതിയല്ലോ. നമുക്ക് ഇവരുടെ വീടൊക്കെ അറിയാവുന്നതുകൊണ്ടും നമ്മൾ അവിടെ ആ വഴിക്ക് താമസിക്കുന്നതുകൊണ്ടുമൊക്കെ പോയി ഞാൻ ചുമ്മാ വിളിച്ചു നോക്കിയതാണ്. പുള്ളി അവിടെ ഇല്ലെന്ന് ആയാലും പോയൊക്കെ വഴിക്കുന്നു ഓർത്ത്. പക്ഷെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കാര്യം നടന്നു. അല്ലെങ്കിൽ ഇതൊക്കെ എന്നാ പണിയായിരുന്നു. ജയം അമ്മയൊക്കെ നിർബന്ധം മുടക്കരുത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പണി. അതിനു മുമ്പ് നമ്മൾ സെറ്റാക്കി. പരിപാടി കഴിഞ്ഞ് ഞാൻ വിചാരിച്ച് സംഭവം മുടങ്ങിപ്പോകും, നടക്കുകയാണെന്ന് വിചാരിച്ചു. എന്തോ ഭാഗ്യം കൊണ്ട് നടന്നു. ഇവിടെയായിരുന്നു സാധാരണ ബലി ഇട്ടുകൊണ്ടിരുന്നത് നേരത്തെ, നാട്ടിൽ കണ്ടോ. പക്ഷെ അവിടെയൊക്കെ കുളിക്കുക കടവാണ്, ആൾക്കാർ കുളിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഇപ്പം അവിടെ ഇടുന്നില്ല. ഇപ്പം അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ അവിടെ അത് ദേവസ്വം ബോർഡിൻ്റെ ഒരു കെട്ടിടമാണ്, ഗസ്റ്റ് ഹൗസാണ് ദേവസ്വം ബോർഡിൻ്റെ. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഞാൻ ചെന്ന് വിളിക്കുമ്പം പുള്ളി കിടക്കപ്പായെന്ന് എഴുന്നേറ്റ് വരുന്നേ ഉള്ളായിരുന്നു. പെട്ടെന്ന് കുളിച്ചിട്ട് ഒക്കെ വന്നു. പുള്ളി പറയുന്നത് കാരണവരോട് ചെയ്യാൻ പറഞ്ഞായിരുന്നെന്നാണ് പറയുന്നത്. പുള്ളി ചിലപ്പോൾ മറന്നു വയ്ക്കും, പ്രായമൊക്കെ ആയതുകൊണ്ട് പുള്ളിക്ക് ഇപ്പോൾ അത്ര വലിയ ചാനലില്ല, ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. രാവിലെയൊക്കെ വെള്ളം ഒത്തിരി കല്യാണമാണെന്ന് തോന്നുന്നു, കുറേ വണ്ടികളുണ്ട്. രാവിലെ കോഴിയൊക്കെയാണോ?
ഇപ്പോഴാണ് അമ്പലത്തിൽ പോക്കും നടക്കുന്നില്ല. എല്ലാ ദിവസവും ഈ താമസിച്ച് ഭക്ഷണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ അമ്പലത്തിൽ പോകുന്നത് വെച്ചാൽ അരമണിക്കൂർ മുമ്പ് ഇറങ്ങണം, അല്ല 20 മിനിറ്റിന് മുമ്പ്, അല്ല അരമണിക്കൂർ മുമ്പ് ഇറങ്ങണം. അരമണിക്കൂർ മുമ്പ് ഇറങ്ങണമെങ്കിൽ അരമണിക്കൂർ മുമ്പ് എനിക്ക് ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി തരണം. അതെല്ലാം പിന്നെ ഞാനതായിട്ട് എഡിറ്റിങ് എല്ലാം അരമണിക്കൂർ മുമ്പോട്ടാക്കണം, എല്ലാ പരിപാടിയും. അത് നടക്കാത്തതുകൊണ്ട് ഇപ്പം രാവിലെ അമ്പലത്തിൽ പോക്ക് നടക്കുന്നില്ല. അതിൻ്റേതായ ഒരു മാനസിക പിരിമുറുക്കമുണ്ട്. അതും കൂടെ ഉണ്ടെങ്കിൽ ഒരുമാതിരി വള്ളത്തിലൊക്കെ കയറി നമ്മളിങ്ങനെ ഒഴുകിപ്പോകുന്ന പോലെ. ഇപ്പം നമ്മൾ പോകുമ്പം ഒരുമാതിരി ഈ കട്ടറുള്ള റോഡിൽ കൂടെ വണ്ടിയെ പോകുന്ന പോലെ. അതത്ര വ്യത്യാസമുള്ളൂ. കോഴിക്കട കയറത്തില്ലാത്ത നിൻ്റെ അമ്മ അവിടെ നിൻ്റെ പിള്ളേർക്ക് വേണ്ടി കോഴി മേടിക്കാൻ വേണ്ടി കട ക്യൂ നിൽക്കുക കേട്ടോ. ആ ഓ വേനയൊക്കെ കിട്ടുന്നുണ്ടോ ഡി? ആ ചേടെ കൂട്ടുകാരി. ആ ഞാൻ അമ്പലത്തിൽ പോണേ. ചാനലിന്റെ പേര് പറയത്തില്ല, അപ്പൊ നീ വീഡിയോ കാണത്തില്ല. ആ അതുകൊണ്ടാ ചോദിച്ചല്ലേ. എന്റെ യാത്ര ഇല്ല, എങ്ങനെ അടിച്ചാലും കിട്ടും. പോവാണേ. രാജൻ ചേട്ടന്റെ മകളാണ് ദിവ്യ. ദിവ്യ എന്നാണോ വിദ്യ എന്നാണോ? ആ അങ്ങനെ കണ്ട വിദ്യ എന്നാ, വിദ്യ. അങ്ങനെ കുറയ്ക്കുന്നത് എന്നെ കണ്ടോണ്ട്. മണ്ടലെടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി ബ്ലോക്കാവും. വെള്ളം വന്നല്ലേ. വെള്ളം കണ്ടോടി വെളിയിൽ പോകുന്ന, നീയൊക്കെ ശ്രദ്ധിക്കുമോ ഇവിടെ? ആ അങ്ങനെ പോകുമ്പോൾ ഇച്ചിരി കുറച്ച് വെക്കണം, ശക്തി കൂടിയിട്ടാ. താഴോട്ട് പോകുന്നില്ലേ? എന്നാ പരിപാടി ഇവിടെ? പോകുന്നത് കേരളത്തിലെ ഒരുങ്ങി അയൽക്കൂട്ടത്തിൽ പോകുന്ന ഏതേലും ഒരു സ്ത്രീ ഉണ്ടോ? ഉറക്കോ? ഞാൻ വേറെ ചെയ്യോ? ആ പിന്നെ ഉറക്കത്തിൽ കിടക്കാമോ? ഇടയ്ക്കൊന്നും എടുത്തില്ല. ഇല്ല, ഞാൻ പണിയായിരുന്നേ. ഞാൻ വല്ല ആയിരിക്കണം ഇപ്പൊ. പണിയെന്ന് പറഞ്ഞാൽ പറ്റുമോ? ജോലി ചെയ്യണം, പറ്റുമോ? വാ